ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ജാൻസി റാണിയുടെ കോസ്റ്റ്യൂം ധരിക്കാൻ പോവാണ് കുഞ്ഞുങ്ങൾക്ക്. അതായത് സ്കൂളിൽ കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ആഗസ്റ്റ് 15ന്റെ ഭാഗമായിട്ട് ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഡ്രസ് വാടകയ്ക്ക് എടുക്കാനായിട്ട് പോയപ്പോൾ ഞാൻ മനസ്സിൽ കണ്ട ഒരു കോസ്റ്റ്യൂം എനിക്ക് കിട്ടിയില്ല. കാരണം യുദ്ധം ചെയ്യുമ്പോഴുള്ള ഒരു കോസ്റ്റ്യൂം ഉണ്ടല്ലോ, അതെനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇതാണ് അങ്ങനെയുള്ള കുഞ്ഞുകരൻ ഇല്ല പോട്ടെ. അപ്പൊ ഇതാണ് ആ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ട് എനിക്ക് തന്നോട്ടെ. എന്തായാലും നല്ലതായിരുന്നു. പക്ഷെ ഇതെങ്ങനെ ഇവർക്ക് ഉടുപ്പിച്ചു കൊടുക്കണം എന്ന് എനിക്ക് കറക്റ്റ് ആയിട്ട് അറിയില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ മൊബൈലിലൊക്കെ സെർച്ച് ചെയ്തപ്പോഴും ഇങ്ങനെ ഒരു കോസ്റ്റ്യൂം ഒരാളും ധരിച്ചത് ഞാൻ കണ്ടില്ല. എന്തായാലും കിട്ടിയതല്ലേ, വേറെ മാർഗമില്ല. എനിക്ക് ജാൻസി റാണിയുടെ തന്നെ അവർക്ക് കൊടുക്കണം എന്നുള്ളത് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. ാണ് കറക്റ്റ് ആയിട്ട് വീഡിയോ കിട്ടാത്തത്. അപ്പൊ കയ്യിലുള്ള കുറച്ച് ഓർണമെന്റ്സും വെച്ചിട്ടാണ് നമ്മൾ ഒരുക്കണത്. ഈ പാലക്കമാലൊക്കെ ഞാൻ വടക്കി എടുത്തതാണ് കേട്ടോ. ഈ പാലക്ക്, ഈ നെക്ലേസ് പോലെ സംഭവം, ഈ ജുംക്ക എല്ലാം എന്റെ മനസ്സിൽ കണ്ട കമ്മല് എന്തായാലും കിട്ടിയത് നമ്മൾ എടുത്തു. പിന്നെ പാദസരത്തിന് പകരം നമ്മുടെ പിള്ളേരുടെ വെള്ളി പാസരം തന്നെ ഉണ്ട്, അതന്നെ അഡ്ജസ്റ്റ് ചെയ്യാന്ന് കരുതി. അങ്ങനെ ഇതാണ് കോസ്റ്റ്യൂം. പിന്നെ ലാസ്റ്റ് ഒരുക്കിയതിന് ശേഷമുള്ള ഒരു ലുക്കാണ് ഇത്. എന്നെ കൊണ്ടാവണ പോലെ, അറിയാവുന്ന പോലെ ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് എന്റെ ഒരു മൈൻഡിലുള്ള രീതിയിലാണ് ഞാൻ ഒരുക്കിയത്. കുറ്റം കാരണം മൊബൈലിലൊന്നും ഈ ഒരു കോസ്റ്റ്യൂം ഞാൻ കണ്ടതേ ഇല്ല. അപ്പൊ ഇതാണ് താഴെ ഇതാണ് മൂത്ത ആളുടെ കോസ്റ്റ്യൂം. അപ്പൊ രണ്ടുപേർക്കും വേറെ വേറെ കോസ്റ്റ്യൂം എടുത്തു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ സെലക്ട് ചെയ്തെടുത്തു രണ്ടുപേർക്കും. അപ്പോൾ ഇതാണ് മൂത്ത ആളുടെ കോസ്റ്റ്യൂം. മൂത്ത ആൾക്ക് എനിക്ക് ആ നല്ല നീളമുള്ള മാല എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ പാലക്കമാല എൻ്റെ കയ്യിലുണ്ടായതാണ്. അപ്പോൾ രണ്ടുപേർക്ക് സെയിം വേണമല്ലോ എന്ന് കരുതിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തതാണ്. ബാക്കിയൊക്കെ നമ്മൾ വാടകയ്ക്ക് എടുത്തതാണ് കേട്ടോ. ജുംക്ക ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ഞാൻ ഉദ്ദേശിച്ച കമ്മലല്ല എനിക്ക് കിട്ടിയത്. അതുകൊണ്ട് തന്നെ കിട്ടിയത് ഞാൻ എടുത്തുകൊണ്ട് പോന്നു. ഇതാണ് അവരുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക്. അപ്പൊ ഇതാണ് അവരുടെ ഒരുക്കിയതിന് ശേഷമുള്ള ലുക്ക്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആളെന്ന ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പൊ അവരും ഹാപ്പി, ഞാനും ഹാപ്പി. ഇത് എങ്ങനെയാണ് ഉടുത്തേന്ന് എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് ഇതെങ്ങനെ ഉടുപ്പിക്കണ്ടേന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ എന്റേതായ രീതിയിൽ ഉടുപ്പിച്ചതാണ്. ഇനിയിപ്പോ ഇത് ശരിയായോ ഇല്ലയോന്നൊന്നും എനിക്ക് അറിയില്ല. എന്തായാലും ഫസ്റ്റ് കിട്ടോ, സെക്കൻഡ് കിട്ടോ, തേർഡ് കിട്ടോ, ലാസ്റ്റ് കിട്ടോ, എന്തായാലും കാണാൻ ലുക്ക് ഉണ്ടായാൽ മതി, അത്ര തന്നെ. അപ്പോൾ ശരി, ബൈ ബൈ.